നമ്മുടെ നാട്ടിലുമുണ്ട് പുഴയുടെ നടുക്കൊരു ചായക്കട. അങ്ങോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഞാനിന്ന് പറയാൻ പോണത്. ഇന്ന് ഫാമിലി ആയിട്ടാണ് ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നത്. ചെറിയൊരു വിരുന്നുണ്ട്. മൂത്ത ഇത്താത്താൻ്റെ വീട്ടിലേക്കാണ് വിരുന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എളിയമാൻ്റെ വീട്ടിൽ പോയി വണ്ടി എടുത്ത് ഫാമിലി ആയിട്ട് ഞാൻ നേരെ ഇത്താത്താൻ്റെ വീട്ടിലേക്ക്. ഇത് അളിയൻ്റെ ആകെയുള്ള ഒരു ആൺതരിയാണ് യാജിദ്. അവിടെ ചെന്ന ഉടനെ തന്നെ നല്ല ഇളനിയും ജ്യൂസൊക്കെ കിട്ടി. ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ നല്ല രീതിയിലൊന്ന് മഴ പെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അളിയനും അളിയൻ്റെ ഏട്ടനും മക്കളൊക്കെ വന്നു. അങ്ങനെ ഓരോരുത്തരായി വന്നപ്പോൾ നമ്മൾ നേരെ ഫുഡ് വിളമ്പി. ഇത്താത്താൻ്റെ ചിക്കൻ ബിരിയാണി ആയിരുന്നു സ്പെഷ്യൽ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ കടലുണ്ടിക്ക് ഇറങ്ങി. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചായക്കട ഉള്ളത്. കടലുണ്ടി ബേർഡ് സാഞ്ചുറിയിലേക്കാണ് ഞങ്ങൾ എല്ലാവരും പോണത്. കയറുമ്പോൾ പെർ ഹെഡ് ചെറിയൊരു 10-20 രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടൽക്കാടിലൂടെ നല്ലൊരു തോണിയാത്രയാണ്. ഗൈഡായിട്ട് കൂടെ തോണിയിലുള്ള മുരളിയേട്ടനുണ്ട്. മൂപ്പര് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 9ഓളം ഇനം കണ്ടൽ കാടുകൾ ഇവിടെയുണ്ട്. അതിനിടയിലൂടെയുള്ള തോണിയാത്രയാണ് ഇവിടെ ഹൈലൈറ്റ്. ഈ തോണിയിലുള്ള യാത്രയ്ക്ക് 1000 രൂപയാണ് ചാർജ് ആയത്. സുനാമിയെ ചെറുക്കാൻ ശക്തിയുള്ള കണ്ടൽ കാടുകളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുഴയുടെ നടുവിൽ തോണിയിൽ ഇങ്ങനെ ഒരു ചായക്കട കണ്ടത്. നല്ല ചൂടുള്ള ചായയും കല്ലുമ്മക്കായം കഴിച്ച് ഞങ്ങൾ ഈ യാത്ര വീണ്ടും മുന്നോട്ട് തുടർന്നു. അങ്ങനെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു തോണി യാത്ര 1000 രൂപക്ക് വെർത്താണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ചാലിയം ബീച്ചിലേക്കാണ്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്പീഡ് ബോട്ട്. അങ്ങനെ അളിയൻ്റെ വക ഞാൻ അതും ഇങ്ങോട്ട് സാധിച്ചു. പെർ ഹെഡ് 200 രൂപക്കുള്ള ഈ സ്പീഡ് ബോട്ട് യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.